അങ്ങനെ ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് ഒരു സംഘി പാരമ്പര്യത്തിലേക്ക് ആ കുടുംബത്തിലെ ഒരംഗം പ്രവേശിച്ചു എന്ന് വിചാരിച്ച് ഇന്നത്തെ ദിവസം ഒരു പാർട്ടി ചടങ്ങുകളായിട്ട് അതൊന്നും നടത്താൻ പാടില്ല. ഇത്രയും ഒരു ചീപ്പായിട്ടുള്ള കളി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിപ്പോൾ രാഷ്ട്രീയ പോരാട്ടം, ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്നുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ കയറി കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവ് പൊറുക്കാത്ത പ്രവൃത്തികളാണല്ലോ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വിട്ടുകൊടുക്കില്ല. സാധാരണ പതിവില്ലാത്ത ഒരു കോൺഗ്രസിനുണ്ടാക്കിയ ആളാണ് കെ കരുണാകരൻ കേരളത്തിൽ. ആ അദ്ദേഹം ഉറങ്ങുന്ന ഒരു സ്ഥലത്ത് ഒരു ശരിയല്ലാത്ത പ്രവർത്തനം നടന്നു എന്നാണോ അഭിപ്രായം? തീർച്ചയായിട്ടും. സാധാരണ രീതിയിൽ ഇന്നത്തെ ദിവസം ഒരിക്കലും ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അമ്മ മരിച്ചതിൻ്റെ കർമ്മങ്ങൾ സാധാരണ ചെയ്യുന്ന ദിവസമാണ്. ഓർമ്മ ദിനം കഴിഞ്ഞ 23-ാം തീയതി ആയിരുന്നു. പക്ഷേ ഇന്ന് കണ്ടൊരു പ്രവണത വെറും തരം താണ രാഷ്ട്രീയ വേദിയാക്കി എന്നെ മാറ്റി. അത് ഞങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഒന്ന്, അമ്മയുടെ ചടങ്ങിൻ്റെ ദിവസം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അമ്മ വീട്ടിൽ വരുന്ന എല്ലാവരെയും സ്വീകരിച്ച ഒരു മാതൃകയായിരുന്നു. എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ അച്ഛൻ്റെ ഒരു നിഴൽ പറ്റി മാത്രം നടന്ന് അച്ഛൻ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ട കാലത്ത് ഞങ്ങളെയൊക്കെ നോക്കി വളർത്തിയ അമ്മയാണ്. ആ കാലത്തൊക്കെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അന്ന് INTUCയുടെ പ്രവർത്തകരാണ് സത്യം പറഞ്ഞാൽ. അന്ന് XMLA പെൻഷനൊന്നുമില്ല. ഞാനൊക്കെ ജനിക്കുമ്പോൾ അത് MLA അല്ല. പിന്നീട് 10 വർഷം കഴിഞ്ഞിട്ടാണ് അത് MLA ആയത്. പക്ഷെ അതിന് മുമ്പ് MLA ആയിരുന്നു തിരുവച്ചിയിൽ. കൊച്ചി അസംബ്ലിയിലും തിരുവച്ചി അസംബ്ലിയിലൊക്കെ അദ്ദേഹം അംഗമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് തൃശ്ശൂരത്തെ അന്നത്തെ INTUC തൊഴിലാളികളാണ്. അവരുടെ ചുമടെടുത്തും ഒക്കെ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു പങ്കാണ് അന്നത്തെ ഞങ്ങളുടെ വരുമാനം. അങ്ങനെ ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് ഒരു സംഘി പാരമ്പര്യത്തിലേക്ക് ആ കുടുംബത്തിലെ ഒരംഗം പ്രവേശിച്ചു എന്ന് വിചാരിച്ച് ഇന്നത്തെ ദിവസം ഒരു പാർട്ടി ചടങ്ങുകളായിട്ട് അതൊന്നും നടത്താൻ പാടില്ല. ഇപ്പോൾ DCC എല്ലാ വർഷവും നടത്താറുണ്ട്. കഴിഞ്ഞ മാർച്ചിലും DCC തന്നെയാണ് നടത്തിയത്. പക്ഷെ അപ്പോഴും ഒരു പാർട്ടി ചടങ്ങായിട്ട് അതിനെ നടത്തിയിട്ടില്ല. അന്ന് അതിൻ്റെ അകത്ത് ഒരു യോഗം പോലും നടത്തിയിട്ടുമില്ല. ഇന്ന് ഇത്രയും ഒരു ചീപ്പായിട്ടുള്ള കളി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഏതായാലും അതിനെ വലിയ ഇനിയിപ്പോൾ ഗൗരവത്തിൽ കാണേണ്ട കാര്യമില്ല. ഇനിയുള്ള അനുസ്മരണ ദിവസങ്ങളിലൊക്കെ ഞാനും ഉണ്ടാവുമല്ലോ. ഞാൻ ഇന്ന് ഈ ഇലക്ഷൻ തിരക്കായതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കാറ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഇംഗ്ലീഷ് ഡേറ്റിൽ ഞാൻ പങ്കെടുക്കാൻ കാരണം. ഏതായാലും ഇനിയുള്ള കാര്യങ്ങളിൽ കുറേ കൂടെ വിജിലൻ്റ് ആകും. അപ്പോഴേക്ക് 26 കഴിയുമല്ലോ. പറഞ്ഞത് ചേട്ടന് താഴെ താമസിക്കാൻ പറ്റും, എന്നെ കാണാൻ BJPക്കാർ വരും, ചേട്ടനെ കാണാൻ കോൺഗ്രസ്സുകാർ വന്നോട്ടെ. അതിൽ എന്നെ ഇപ്പോൾ ആരും ഉപദേശിക്കാൻ വരണ്ട. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് 26 കഴിയട്ടെ. 26 വരെ ഞാൻ പറഞ്ഞ പോലെ ആത്മസംയമനം പാലിക്കും. അത് കഴിഞ്ഞാൽ എന്ത് വേണമെന്നുള്ള കാര്യം ഞാൻ അന്നാലോചിക്കാം. ഇതിപ്പോൾ രാഷ്ട്രീയ പോരാട്ടം, ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്നുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ കയറി കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരിക്കും. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും അത് പ്രാർത്ഥിച്ചാൽ ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി വരും. ഇന്ന് പ്രാർത്ഥിച്ചവർക്ക് അങ്ങനെ നാളെ ബുദ്ധി വന്നാൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവ് പൊറുക്കാത്ത പ്രവൃത്തികളാണല്ലോ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശത്രുവാളയത്തിന് പാർട്ടിയെ ഒറ്റിക്കൊടുക്കാൻ നോക്കിയത് നടന്നില്ല. അത് കാര്യം വേറെ. അത് അച്ഛൻ്റെ ആത്മാവിന് സന്തോഷം നൽകുന്ന കാര്യമല്ലല്ലോ. പക്ഷേ ഇത് അച്ഛൻ്റെയും മാത്രമല്ല അമ്മയുടെയും. അമ്മ ഒരിക്കലും എൻ്റെ പിതാവിൻ്റെ പൊതുജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺട്രവേഴ്സ്യലാവാത്തതാണ് എൻ്റെ അമ്മ. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങൾ വായിച്ചിട്ടുണ്ടോ എൻ്റെ അമ്മ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെട്ടു? എന്താണ് എൻ്റെ അച്ഛൻ പറയുന്നത് അതിനെ വേദവാക്യമാക്കി കൊണ്ടു നടന്നാണ് എൻ്റെ അമ്മ. ഒരു കുടുംബജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അമ്മയിലൂടെ. മാത്രമല്ല, വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി അറിയിക്കാതെ വീട്ടിലൊരാൾ വന്നു കയറിയാൽ അയാൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അമ്മ ഞങ്ങൾക്ക് തരാം. അങ്ങനെയുള്ളൊരമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഈ ഒരു വൃത്തികെട്ട കളി എങ്ങനെ ഈ കുടുംബത്തിലെ അംഗത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ ഇന്ന് ഒരു മാനസികമായിട്ടുള്ള ദുഃഖം എനിക്കും. എന്തുടമസ്ഥാവകാശം കൊടുത്താൽ എനിക്കിപ്പോൾ ആ ഒരു
കെട്ടിടം എൻ്റെ പേരിൽ വേണമെന്ന് എനിക്ക് നിർബന്ധം. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വിട്ടുകൊടുക്കില്ല. അക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ട്. ഞാനിത് ഇങ്ങനെ സ്റ്റാൻഡ് അവളെ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ സ്വയം ആ വീടിൻ്റെ അവകാശം അവർക്ക് എഴുതി കൊടുക്കും. എനിക്കിപ്പോൾ ദൈവം സഹായിച്ച് ഭാര്യ വീട്ടിൽ അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള സ്വത്ത് ഉണ്ട്. എനിക്ക് തന്നെ നിയമസഭയിലും പാർലമെൻറ്റിലൊക്കെ അംഗമായിരുന്നതിൻ്റെ പെൻഷൻ തുകയുണ്ട്. അതൊക്കെ എൻ്റെ പാർട്ടി മുഖാന്തരം എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് അതിനൊന്നും എനിക്ക് ആരുടെയും സ്വത്ത് ഞാൻ അവതരിച്ചിട്ടില്ല. ആരുടെ സ്വത്തും എനിക്ക് വേണ്ട. പാർട്ടി സ്ഥാനാർത്ഥിത്വം അംഗത്വം ഏറ്റെടുത്തതിന് ശേഷം ഒരു BJP മുദ്രാവാക്യ വിളി വരെ അവിടെ നടന്നിരുന്നു. മുദ്രാവാക്യം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോയി ഇവരെ കൊണ്ടൊക്കെ മുദ്രാവാക്യം വിളിപ്പിക്കാം. അങ്ങനത്തെ ഗതികേടൊന്നും കെ കരുണാകരനില്ല. കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെ നെഞ്ചിലേറ്റി നടക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യത്തിൽ ഞങ്ങളിന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്. ഈ ശക്തികളെ തൃശ്ശൂരും ഞങ്ങൾ തുടച്ചു നീക്കും. ഈ വർഗീയ ഫാസിസത്തിന് ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കും. ആരെന്തൊക്കെ അന്തർധാര ഉണ്ടാക്കിയാലും അത് ഞങ്ങളുടെ പ്രതിജ്ഞയാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഞാൻ എടുക്കുന്ന പ്രതിജ്ഞയാണ്. ഈ വർഗീയ കക്ഷികളെ, ഈ BJP RSS എന്ന വർഗീയ കക്ഷികളെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കിയിട്ടേ ഞാനിവിടെ നിന്ന് പോകും. 20 പാർട്ടി പ്രവർത്തകർക്ക് BJP മെമ്പർഷിപ്പ് കൊടുത്തു. അത് 20ഒന്നുമില്ല. അത് ഏതോ 4-3 പേരെ വെച്ച് അവളുടെ കൂടെ നടക്കുന്ന ഒരു കുട്ടി ഒരു സാധനം അത് ഉൾപ്പെടെയാണ്. അതിനെക്കുറിച്ചൊന്നും പറയണ്ട.